ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ചൂട് സാമ്പാറും ചോറുണ്ണാൻ കൊതിയാവണം. നല്ല മഴയുള്ള സമയം, തണുപ്പും. ഞാൻ കുറച്ച് പരിപ്പെടുത്ത് നല്ല വൃത്തിയാക്കി കുക്കറിലിട്ട് മഞ്ഞൾപ്പൊടിയും വെള്ളവും പാകത്തിനൊഴിച്ച് കുക്കർ അടച്ചു വെച്ച് വേവിക്കാനായിട്ട് വെച്ചു. പിന്നെ കുറച്ച് വെണ്ടയ്ക്ക എടുത്ത് കഴുകി അത് സെപ്പറേറ്റ് അരിഞ്ഞ് ഒരു ചട്ടിയിൽ വഴറ്റാനായിട്ട് വെച്ചു. പിന്നെ ബാക്കിയുള്ള വെജിറ്റബിൾ, തക്കാളി, ഉരുളക്കിഴങ്ങ്, സവാള, പച്ചമുളക്, മുരിങ്ങക്ക ഇല്ലാത്ത കാര്യങ്ങളില്ലല്ലോ. മുരിങ്ങക്ക എല്ലാം കൂടെ കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കി പരിപ്പ് വെന്തതിലേക്കിട്ട് അതിനകത്ത് മഞ്ഞൾപ്പൊടിയും ഉപ്പും കുറച്ച് കായവും കൂടെ ഇട്ട് ആഡ് ചെയ്ത് നന്നായിട്ട് ഇളക്കി പാകത്തിന് വെള്ളം ഒഴിച്ച് അടുപ്പിലേക്ക് വെച്ചു. അതവിടെ ഇരുന്ന് വേവട്ടെ. അപ്പോഴത്തേക്കും നമുക്ക് ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് മല്ലിമുളകും വറുത്തിടാം. മല്ലി, മുളക്, മഞ്ഞൾ, ഉലുവ, കായം ഇതെല്ലാം കരിയാതെ പാകത്തിന് വറുത്ത് ഈ പാകമായിട്ട് വെന്തിരിക്കുന്ന സാമ്പാറിലേക്ക് ഇട്ടു. ബാക്കി പുളി ഞാൻ പിഴിഞ്ഞ് വെച്ചിരുന്നു, ആ പുളിയും കൂടെ ആഡ് ചെയ്തു. വേറൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് നമ്മുടെ പാവയ്ക്ക് അവിടെ അരിഞ്ഞു വെച്ചേക്കാന്ന് ഞാൻ. അപ്പോൾ അത് കടുക് വറുത്തിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതങ്ങ് വെന്തോളൂല്ലോ. അത് വെന്ത് നല്ല മെഴുക്കുവറ്റി ആയിക്കോളും. അപ്പോൾ അത് അടുപ്പത്ത് വെച്ച് അതും ഇട്ടു. വഴറ്റി വെച്ചിരുന്ന വെണ്ടയ്ക്ക സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് വെച്ചിരുന്നത് ഇതിനകത്തേക്കിട്ട് ആഡ് ചെയ്ത് നന്നായിട്ട് ഇളക്കി തിളപ്പിക്കാനായിട്ട് വെച്ചു. പിന്നെ നമ്മൾ സാമ്പാറിന് കടുക് വറുക്കാൻ വേണ്ടിയിട്ട് പാൻ അടുപ്പത്ത് വെച്ച് കടുക് പൊട്ടിയതിന് ശേഷം കറിവേപ്പില, ചെറിയ ഉള്ളി, വറ്റൽമുളക് ഇതെല്ലാം പാകത്തിന് വറുത്ത് സാമ്പാറിലേക്ക് ആഡ് ചെയ്തു. നമ്മുടെ സാമ്പാർ, ചൂട് സാമ്പാർ റെഡി. തകർത്ത് പെയ്യുന്ന പുറത്തുള്ള മഴ, കാറ്റ്, ഇടയ്ക്കിടയ്ക്ക് പെയ്യുന്ന ഈ മഴ ചിലർക്ക് നല്ലതാണ്, ചിലർക്ക് ബുദ്ധിമുട്ടാണ്. എന്തായാലും ഇവിടെ കുറേ നേരം കറണ്ട് പോയി, കറണ്ട് വന്നു, നല്ല കാറ്റുണ്ട്, കതവുകളെല്ലാം ഭയങ്കര ശക്തമായിട്ട് അടച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ വിശന്നിട്ട് പാടില്ല. അങ്ങനെ ഞാൻ പ്ലേറ്റ് എടുത്ത് വെച്ചു. അതിനിടയ്ക്ക് 2 മുട്ട എടുത്ത് ഞാൻ ചിക്കി ഒരു ചെറിയ തോരൻ പോലെ ഉണ്ടാക്കിയായിരുന്നു. ചൂട് സാമ്പാർ, മുട്ട, പിന്നെ മുളക് വറ്റിച്ചത്, മെഴുക്ക് വറ്റി, കേരച്ചൂരയാണേ. തലേ ദിവസത്തെ കേരച്ചൂരയാണ്. ഇരുന്ന് വറ്റി നല്ല മുളകും എരിവും പുളിയും എല്ലാം കൂടെ ആഡ് ചെയ്ത് നല്ല രസത്തിനിരിക്കുകയാണേ. അയ്യോ, പുറത്താരോ വന്നു കേട്ടോ. കോളിമലിൻ്റെ സൗണ്ട് കേൾക്കുന്നു. ചോറുണ്ടാനും പറ്റില്ല, പുറത്തതേ മഴയും പെയ്യുന്നു. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, നാളെ കാണാം.